ജമ്മു കാശ്മീർ ഹരിയാന തെരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ അവസാനിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളുടെ സർവേ റിസൾട്ടുകളെല്ലാം തന്നെ പുറത്തു വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഒട്ടുമിക്ക സർവേ റിസൾട്ടുകളും പുറത്തു വന്നു കഴിഞ്ഞു. 6:30 കൂടി തന്നെ ഓരോ സർവേ റിസൾട്ടുകളായിട്ട് ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരുന്നു. അപ്പോൾ അത് നോക്കുമ്പോഴത്തേക്കും ദേശീയ മാധ്യമ സർവേ റിസൾട്ടുകൾ നോക്കുമ്പോഴത്തേക്കും പല അട്ടിമറികളും ഈ പറയുന്ന ഹരിയാനയിലും ജമ്മു കാശ്മീരിലും സംഭവിച്ചേക്കാം എന്നുള്ള തലത്തിൽ തന്നെയാണ് ആ ഒരു സർവേ റിസൾട്ട് നോക്കുമ്പോഴത്തേക്കും മനസ്സിലാവുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സർവേ റിസൾട്ടുകൾ പറയുന്ന പ്രകാരമാണെങ്കിൽ, വന്നിട്ടുള്ള സർവേ റിസൾട്ടുകൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും ആ സർവേ റിസൾട്ടുകൾ പറയുന്ന പ്രകാരമാണെങ്കിൽ ആദ്യം നമുക്ക് ഹരിയാന സർവേ റിസൾട്ടുകൾ നോക്കാം. ഹരിയാനയിൽ ഈ സർവേ റിസൾട്ട് പ്രകാരം നോക്കുമ്പോഴത്തേക്കും കോൺഗ്രസിൻ്റെ ഒരു തിരിച്ചുവരവാണ് ഹരിയാനയിൽ കാണപ്പെടുന്നത്. അതായത് ഹരിയാനയിൽ മെട്രിക്സിൻ്റെ സർവേ റിസൾട്ടുകൾ നോക്കുമ്പോഴത്തേക്കും അവിടെ BJP 18 മുതൽ 24 സീറ്റുകൾ വരെ നേടിയേക്കാമെന്നും INC കോൺഗ്രസ് 55 മുതൽ 62 വരെ സീറ്റുകൾ നേടിയിരിക്കാമെന്നും JJP 0 മുതൽ 3, INLD 3 മുതൽ 6 സീറ്റുകൾ വരെ എന്നുള്ള തരത്തിലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ടൈംസ് നൗ സർവേ റിസൾട്ട് 18 മുതൽ 24 BJP, 55 മുതൽ 62 INC കോൺഗ്രസ്, 6 സീറ്റുകൾ വരെ INLD, JJPക്ക് 3 സീറ്റുകൾ വരെ ലഭിക്കാം എന്നുള്ള തരത്തിലാണ് ആ ഒരു റിസൾട്ട് വന്നിരിക്കുന്നത്. ധ്രുവ് റിസർച്ചിന്റെ സർവേ റിസൾട്ട് പ്രകാരം 22 മുതൽ 32 സീറ്റുകൾ വരെ BJP, 50 മുതൽ 64 വരെ INC, INLDക്ക് 0, JJPക്ക് 0 എന്നീ തലത്തിലാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ പീപ്പിൾസ് പൾസ് 20 മുതൽ 32 സീറ്റുകൾ വരെ BJPക്ക്, അതോടൊപ്പം തന്നെ 49 മുതൽ 61 സീറ്റുകൾ വരെ INC കോൺഗ്രസിന് പറഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ 0 INLD, JJPക്ക് 1 സീറ്റാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ദൈനിക് ഭാസ്കർ പറഞ്ഞിരിക്കുന്നത് 15 മുതൽ 29 വരെ BJPക്ക് സീറ്റ്, 44 മുതൽ 54 വരെ INC കോൺഗ്രസിന്, INLDക്ക് 1 മുതൽ 5 വരെ, JJPക്ക് 0 സീറ്റുകളാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുവരെയുള്ള ഹരിയാന കണക്കുകൾ ഇങ്ങനെയാണ്. ഇതിൽ കോൺഗ്രസിന് തന്നെയാണ് മുൻതൂക്കം. കോൺഗ്രസ് ഭരണത്തിൽ വരും എന്നുള്ള തലത്തിൽ തന്നെയാണ് ഈ ഒരു സർവേ റിസൾട്ട് പ്രകാരം കാണപ്പെടുന്നത്. പ്രധാനമായും കാണേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഹരിയാന ആയാലും ജമ്മു കാശ്മീർ ആയാലും തന്നെ ഈ ഒരു സർവേ പ്രകാരം നോക്കുമ്പോഴത്തേക്കും ഇവിടങ്ങളിൽ ഇപ്പോൾ ഈ BJP കോൺഗ്രസ് ഹരിയാനയിൽ തന്നെയാണ് എടുത്ത് പറയേണ്ടത്. കാരണം അവിടെ ഈ പറയുന്ന JJP ഒക്കെ തന്നെ ഒന്നുമല്ലാതാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോയി കഴിഞ്ഞിരിക്കുന്നു. അവിടെ BJP കോൺഗ്രസ് എന്നുള്ള തലത്തിലേക്ക് മാത്രമായി മാറിയിരിക്കുന്നു. ഇനി നമുക്ക് ജമ്മു കാശ്മീരിലെ കണക്ക് നോക്കാം. ജമ്മു കാശ്മീരിൽ നോക്കുമ്പോഴത്തേക്കും ജമ്മു കാശ്മീരിൽ പലതരത്തിലുള്ള കണക്കുകൾ വരുന്നുണ്ട്. അതിൽ തന്നെ തൂക്ക് സഭ ആ ഒരു തരത്തിൽ പറയുന്നുമുണ്ട് പല സർവേ റിസൾട്ടുകളും. അതിൽ തന്നെ ഏറ്റവും ആദ്യം നമുക്ക് ഇന്ത്യ ടുഡേ സീ വോട്ടർ സർവേ നോക്കാം. ഇന്ത്യ ടുഡേ സീ വോട്ടർ സർവേയിൽ BJPക്ക് 27 മുതൽ 32 സീറ്റുകൾ വരെ ജമ്മു കാശ്മീരിൽ ലഭിച്ചേക്കാമെന്നും അതോടൊപ്പം തന്നെ INC പ്ലസ്, അതായത് കോൺഗ്രസ് NC പ്ലസ്, അതായത് കോൺഗ്രസും NCയും കൂടെ ചേർന്നിട്ടുള്ള സീറ്റുകളുടെ കണക്കാണ്. അത് സഖ്യം ചേർന്നാണ് അവരവിടെ മത്സരിക്കുന്നത്. 40 മുതൽ 48 സീറ്റുകളെന്നാണ് ഇന്ത്യ ടുഡേ പറയുന്നത്. PDPക്ക് 6 മുതൽ 12, അതേഴ്സിന് 6 മുതൽ 11 സീറ്റുകൾ വരെ എന്നുള്ള കണക്കാണ് പറയുന്നത്. റിപ്പബ്ലിക് TV പറഞ്ഞിരിക്കുന്ന കണക്ക് പ്രകാരമാണെങ്കിൽ 28 മുതൽ 30 സീറ്റുകൾ വരെ BJP നേടാമെന്നും കോൺഗ്രസിന് 3 സീറ്റുകൾ തൊട്ട് 6 സീറ്റുകൾ വരെ അവിടെ ജമ്മുവിൽ ലഭിക്കാമെന്നും, NCക്ക് 28 മുതൽ 30 സീറ്റുകൾ വരെ ലഭിക്കാമെന്നും, PDPക്ക് 5 മുതൽ 7 സീറ്റുകൾ വരെ, അതേഴ്സ് 8 മുതൽ 16 സീറ്റുകൾ വരെ ലഭിക്കാമെന്നുള്ള കണക്കാണ് റിപ്പബ്ലിക് പറയുന്നത്. ഇതിൽ കോൺഗ്രസും NCയും ഒരുമിച്ചാണ് അവിടെ മത്സരിക്കുന്നത് തന്നെ. അപ്പോൾ അവിടെ ഒരു തൂക്ക് സഭ വരാനായിട്ടുള്ള സാധ്യത തന്നെയാണ് റിപ്പബ്ലിക് പറഞ്ഞിരിക്കുന്ന കണക്കെന്ന് പറയുന്നത്. ഇലക്ട്രൽ എഡ്ജ് പറഞ്ഞിരിക്കുന്ന കണക്ക് പ്രകാരമാണെങ്കിൽ അവിടെ BJPക്ക് 33 സീറ്റുകൾ ലഭിക്കാമെന്നും, INCക്ക് 27 സീറ്റുകൾ ലഭിക്കാമെന്നും, PDPക്ക് 12 സീറ്റുകൾ വരെ അവിടെ ലഭിക്കാമെന്നുള്ള കണക്കാണ് ഇലക്ട്രൽ എഡ്ജ് പറഞ്ഞിരിക്കുന്നത്. ദൈനിക് ഭാസ്കർ പറഞ്ഞിരിക്കുന്നത് 20 മുതൽ 25 സീറ്റുകൾ വരെ BJPക്ക് ജമ്മുവിൽ ലഭിക്കാമെന്നും, 35 മുതൽ 40 സീറ്റുകൾ വരെ INCക്ക് അവിടെ ലഭിക്കാമെന്നും, PDPക്ക് 4 മുതൽ 7 സീറ്റുകൾ വരെ ലഭിക്കാമെന്നുള്ള കണക്കാണ് ദൈനിക് ഭാസ്കർ അവിടെ പറഞ്ഞിരിക്കുന്ന ആ ഒരു കണക്കെന്ന് പറയുന്നത്. എന്തായാലും ജമ്മു കാശ്മീരിൽ ഒന്നുകിൽ തൂക്ക് സഭ ആ ഒരു തരത്തിൽ വരാം, അല്ലെങ്കിൽ INC ഈ പറയുന്ന കോൺഗ്രസ് ആ ഒരു സഖ്യം അധികാരത്തിലേക്ക് വരാം. അപ്പോൾ ഏതായാലും ഹരിയാനയിൽ അവിടെ കോൺഗ്രസിന് തന്നെയാണ് അവിടെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നത്. BJPക്ക് 3ാമത്തെ തവണയും അധികാരത്തിൽ വരാനായിട്ട് ഹരിയാനയിൽ സാധിക്കത്തില്ല എന്നുള്ള റിസൾട്ടാണ് ഈ ഒരു പോൾ സർവേയിൽ കാണപ്പെടുന്നത്. ജമ്മു കാശ്മീരിലാണെങ്കിൽ അവിടെ ചിലപ്പോൾ ഒരു തൂക്കുസഭ ഉണ്ടായേക്കാം. അങ്ങനെയാണെങ്കിൽ BJPക്ക് അത് നേട്ടമായി മാറിയേക്കാം. അതല്ലെങ്കിൽ INC അവിടെ അധികാരത്തിൽ വന്നേക്കാം. കോൺഗ്രസ് സഖ്യം ചേർന്നുകൊണ്ടുള്ള ആ ഒരു ഇതിൽ അവിടെ അധികാരത്തിൽ വന്നേക്കാം എന്നുള്ള തരത്തിൽ തന്നെയാണ്. എന്തായാലും ഇത് സർവേ റിസൾട്ടുകളാണ്, അതുകൊണ്ട് തന്നെ കാത്തിരിക്കണം.
ഒറിജിനൽ റിസൾട്ട് എന്താകുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. കാരണം സർവേ റിസൾട്ടുകളെല്ലാം തന്നെ ശരിയായും വരാം, തെറ്റായും വരാം. അതുകൊണ്ട് തന്നെ കാത്തിരുന്ന് തന്നെ കാണണം എന്തായിരിക്കും ജമ്മുവിലും ഹരിയാനയിലും നടക്കാൻ പോകുന്ന കാര്യങ്ങൾ. റിസൾട്ട് ഹരിയാനയിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുമോ, ജമ്മുവിൽ എന്ത് സംഭവിക്കും, തൂക്കുസഭയുണ്ടാകുമോ, അതിലൂടെ BJPക്ക് നേട്ടമുണ്ടാകുമോ, അതല്ലെങ്കിൽ INCക്ക് അവിടെ അധികാരത്തിൽ വരാൻ പറ്റുമോ എന്നുള്ളതും കണ്ടു തന്നെ അറിയാം.